പ്രകൃതി മനുഷ്യന് നിരവധി അവയവങ്ങൾ പ്രദാനം ചെയ്തിട്ടുണ്ട്. ഓരോ അവയവങ്ങൾക്കും ഓരോ ഫങ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഈ അവയവങ്ങളിൽ തന്നെയാണ് ക്യാൻസർ ബാധിക്കുന്നതും തന്മൂലം ആ അവയവങ്ങൾക്ക് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഇതിനെ നമ്മൾ ഫങ്ഷൻ ഓഫ് ആൻ ഓർഗൻ എന്ന് പറയും. അപ്പോൾ ക്യാൻസർ ചികിത്സയിൽ ഫങ്ഷൻസ് നമുക്ക് പ്രിസർവ് ചെയ്തുകൊണ്ട് ക്യാൻസർ ചികിത്സ ചെയ്യാൻ സാധിക്കുമോ? ഇത് ലോകത്തിൽ നിരവധി രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിക്കൊണ്ടിരുന്ന ഒരു വലിയ ചോദ്യമാണ്. ഇന്ന് ഈ യുഗത്തിൽ അത് സാധിക്കും എന്നുള്ളതാണ് ആൻസർ. അതേപോലെ തന്നെയാണ് സൗന്ദര്യം. പുറമേ നമ്മൾ പ്രകടമായി കാണുന്ന അവയവങ്ങളിലെങ്കിലും, ഉദാഹരണം മുഖം, അല്ലെങ്കിൽ നമുക്ക് ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് തരുന്ന അവയവങ്ങൾ, ബ്രസ്റ്റ് സ്ത്രൈണ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അങ്ങനെയുള്ള അവയവങ്ങളിൽ ഓർഗൻ പ്രിസർവേഷൻ, ഫങ്ഷൻ പ്രിസർവേഷൻ ഒക്കെ സാധ്യമാണോ എന്നുള്ള ചോദ്യം പണ്ട് ശാസ്ത്രജ്ഞന്മാരെ, ഓങ്കോളജിസ്റ്റുകളെയൊക്കെ അലട്ടിയിരുന്ന സംഗതിയാണ്. ആ സ്ഥാനത്ത് ഓങ്കോളജിക്കലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സർജിക്കൽ ഇൻ്റർവെൻഷൻസ്, കാര്യം എല്ലാ ക്യാൻസർ ചികിത്സയുടെയും ഓപ്പറേഷൻ വേണ്ടിയ അല്ലെങ്കിൽ സർജറി ഒരു ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള എല്ലാ ക്യാൻസർ ചികിത്സയുടെയും പുറകിൽ ഒരു ഓങ്കോളജിക്കലി അക്സെപ്റ്റബിൾ സർജിക്കൽ പ്രൊസീജിയർ ഉണ്ടായിരിക്കും. ഈ സർജറി നമുക്ക് ആ പർട്ടിക്കുലർ രോഗിക്ക് സൗന്ദര്യം കൂടെ കൊടുക്കുന്നൊരു രീതിയിലാണെങ്കിൽ that will increase the confidence. ക്യാൻസർ രോഗി മാനസികമായിട്ട് തകർന്ന രീതിയിൽ നമ്മളൊക്കെ വരുമ്പോൾ, അത് പുരുഷനാവാം, സ്ത്രീയാവാം, കുഞ്ഞുങ്ങളാകാം, പ്രായമുള്ളവരാകാം, ഏജ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഫാക്ടർ. അവർക്ക് ട്രീറ്റ്മെൻറ്റ് മുമ്പുണ്ടായിരുന്ന അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള അഗ്ലി ഫീച്ചേഴ്സ് കൊടുക്കുന്നതിൻ്റെ സ്ഥാനത്ത് സൗന്ദര്യം പ്രദാനം ചെയ്യുന്ന, കോൺഫിഡൻസ് പ്രദാനം ചെയ്യുന്ന ചികിത്സാ രീതികൾ സാധ്യമാവുമെന്നുള്ളത്. മുഖത്തിൽ അല്ലെങ്കിൽ വായിലൊക്കെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ മുഖമൊക്കെ കോടിയിരിക്കുക, അതല്ലെങ്കിൽ സൗന്ദര്യം മുഴുവൻ നഷ്ടപ്പെടുക, ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബ്രാൻഡഡ് ആയിട്ട് ഇത് ക്യാൻസർ പേഷ്യൻ്റ് ആണല്ലോ എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്ന് പുറമേ പ്രകടമായ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇന്ന് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. ഇന്ന് 3D പ്രിൻറ്റിങ്ങിൻ്റെ കാലമാണ്. അങ്ങനെ നമുക്ക് ആധുനികമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. പിന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലോ ചെറിയ പ്രായത്തിലുള്ള പലർക്കും വരുന്ന അസുഖമാണ് ഇന്ന് തൈറോയ്ഡ് ക്യാൻസർ. ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കഴുത്തിന് ചുറ്റും കുറുകിയ ഒരു വലിയ കട്ടൊക്കെ കൊടുത്തിട്ട് തൈറോയ്ഡ് സർജറി ചെയ്യുന്ന കാലത്ത് നിന്ന് നമ്മളിന്ന് കോസ്മെറ്റിക്കലി അക്സെപ്റ്റബിൾ തൈറോയ്ഡ് സർജറിയിലോട്ട് മാറി. ആ ട്രീറ്റ്മെൻറ്റ് വിധേയരായ വ്യക്തിക്ക് ഒരിക്കലും പുറമെ ആരും കണ്ടു കഴിഞ്ഞാൽ അവരെ ഓപ്പറേറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്ന് തോന്നത്തില്ല. ഇതുപോലെയാണ് യങ് ജനറേഷൻ, അതായത് ടീനേജിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ബോൺ ട്യൂമേഴ്സ്. പണ്ടൊക്കെ നമ്മളൊരു ബോൺ ട്യൂമർ വന്നു കഴിഞ്ഞാൽ കയ്യും കാലൊക്കെ മുറിച്ച് കളഞ്ഞേക്കാൻ പറയുന്നൊരു കാലഘട്ടത്തിൽ അവിടുന്ന് മാറിയിട്ട് ഓർഗൻ പ്രിസർവേഷൻ, ഫങ്ഷൻ പ്രിസർവേഷനുള്ള കൈകാലുകളിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവയവങ്ങൾ മുറിക്കാതെ തന്നെ അവരെ സുഖമാക്കാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് ഇന്ന് ലോകം മാറിക്കഴിഞ്ഞു. ഇവിടെ അല്പം കൂടെ മുന്നോട്ട് കടന്നിട്ട് ഞാൻ വിഭാവനം ചെയ്യുന്ന ക്യാൻസർ ചികിത്സയിൽ കോസ്മെറ്റിക് ഓങ്കോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ എല്ലാ പേഷ്യൻസും ഫേസ് സർജറി, ഓറൽ ക്യാവിറ്റി സർജറി, ബ്രസ്റ്റ് സർജറി, കൈകാലുകളുടെ ക്യാൻസർ സർജറി, തൈറോയ്ഡ് സർജറി ഒക്കെ എക്സലൻറ്റ് കോസ്മെറ്റിക് ഔട്ട്ലുക്ക് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്.